അൽഹംദുലില്ലാഹി നഹ്മദുഹു വനസ്തഈനുഹു വനസ്തഗ്ഫിറുഹു വനസ്തഹ്ദീഹി വനുഅ്മിനു ബിഹി വനതവക്കലു അലൈഹി വനഊദു ബില്ലാഹി മിൻ ശുറൂരി അൻഫുസിനാ വമിൻ സയ്യിആതി അഅ്മാലിനാ മൻ യഹ്ദില്ലാഹു ഫഹുവൽ മുഹ്തദി വമൻ യുദ്ലിൽ ഫലൻ തജിദ ലഹു വലിയ്യൻ മുർഷിദാ അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു വഅഷ്ഹദു അന്ന നബിയ്യനാ മുഹമ്മദൻ അബ്ദുഹു വറസൂലുഹു അർസലഹു ബിൽ ഹുദാ വദീനിൽ ഹഖ് ലിയുദ്ഹിറഹു അലദ്ദീനി കുല്ലിഹി വലൗ കരിഹൽ മുശ്രികൂൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വആലി മുഹമ്മദ് കമാ സ്വല്ലൈത അലാ ഇബ്രാഹീമ വആലി ഇബ്രാഹീം വബാരിക് അലാ മുഹമ്മദിൻ വആലി മുഹമ്മദ് കമാ ബാരക്ത അലാ ഇബ്രാഹീമ വആലി ഇബ്രാഹീമ ഫിൽ ആലമീന ഇന്നക ഹമീദും മജീദ്. يا أيها الذين آمنوا اتقوا الله حق تقاته فلا تموتن إلا وأنتم مسلمون. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. إن في خلق السماوات والأرض واختلاف الليل والنهار والفلك التي تجري في البحر بما ينفع الناس وما أنزل الله من السماء من ماء فأحيا به الأرض بعد موتها وبث فيها من كل دابة وتصريف الرياح والسحاب المسخر بين السماء والأرض لآيات لقوم يعقلون. ബഹുമാന്യരായ സഹോദരന്മാരെ, സഹോദരികളെ, തഖ്വയുള്ളവരായിരിക്കണമെന്ന് എന്നെയും നിങ്ങളെയും ഉണർത്തുകയാണ്. അള്ളാഹു നമ്മെ എല്ലാവരെയും മുത്തഖികളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ നാട് കടുത്ത വേദനയിലൂടെ കടന്നു പോകുന്ന ദിവസങ്ങളാണിത്. വയനാട്ടിൽ ഉണ്ടായ വലിയ ദുരന്തം അറിയാൻ കഴിഞ്ഞിടത്തോളം 300-ലധികം മനുഷ്യരുടെ ജീവൻ കവർന്നെടുത്ത് ഒരുപാട് ആളുകളുടെ വീട് നഷ്ടപ്പെട്ട് പലരെയും കാണാതായി നിൽക്കുന്ന കേരളം കണ്ട ഏറ്റവും കൊടിയ ദുരന്തം കഴിഞ്ഞിട്ട് 3-ാമത്തെ ദിവസമാണിന്ന്, 4-ാമത്തെ ദിവസം. വളരെ നന്നായി ജീവിച്ചു കൊണ്ടിരുന്ന ഒരു പ്രദേശം, ഒരു ഗ്രാമം അപ്പാടെ വാഷ് ഔട്ട് ചെയ്യപ്പെട്ട ഒരന്തരീക്ഷം. ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലും ഇത്തരത്തിലുള്ള പ്രകൃതി ദുരന്തങ്ങളെക്കുറിച്ച് വെള്ളപ്പൊക്കവും ഉരുൾപൊട്ടലും അഗ്നിപർവ്വത സ്ഫോടനവും കൊടുങ്കാറ്റും സുനാമിയുമൊക്കെ ഉള്ളതായിട്ട് നമ്മൾ കേട്ടിട്ടുണ്ട്. പക്ഷെ നമ്മുടെ കണ്ണിൻ്റെ മുന്നിൽ ഇത്തരത്തിലുള്ള ഒരു ദുരന്തം ഉണ്ടായപ്പോഴാണ് അതിൻ്റെ വ്യാപ്തിയും വലുപ്പവും ഒക്കെ നാം മനസ്സിലാക്കുന്നത്. ആർക്കും ആരെയും സമാധാനിപ്പിക്കാനും ആശ്വസിപ്പിക്കാനും സാധിക്കാത്ത വിധത്തിലുള്ള ദുരന്തമാണ്, ഭീകരമായ ദുരന്തമാണ് വയനാട്ടിൽ സംഭവിച്ചത്. യഥാർത്ഥത്തിൽ ഇത് ഒരു വേദത്തിൻ്റെ കണ്ണിലൂടെ, ആധ്യാത്മികതയുടെ കണ്ണിലൂടെ നോക്കുമ്പോൾ എങ്ങനെയാണ് വിലയിരുത്തേണ്ടത് എന്നാണ് ഇന്നത്തെ ഖുതുബയിൽ ഞാൻ ആലോചിക്കുന്നത്. ഇനിയിപ്പോൾ നമ്മുടെ മൗലവിമാരുടെയും മുസ്ലിയാക്കന്മാരുടെയും അച്ഛന്മാരുടെയും ഒക്കെ വക പ്രഭാഷണങ്ങൾ വരും. തഖ്വയുടെ കുറവ് കൊണ്ടാണ്, നിസ്കരിക്കാത്തത് കൊണ്ടാണ്, അല്ലെങ്കിൽ വലിയ വലിയ വീടുകൾ വെച്ചത് കൊണ്ടാണ്, കല്യാണം പൊടിപൊടിച്ചത് കൊണ്ടാണ് എന്നൊക്കെ പറഞ്ഞിട്ട് നീട്ടിയും പരത്തിയുമുള്ള വഴതുകളും പ്രഭാഷണങ്ങളൊക്കെ വരാൻ പോവാണ്. അല്ലെങ്കിൽ ചില ആചാരങ്ങളിൽ കുറവ് വരുത്തിയത് കൊണ്ടാണ് എന്നൊക്കെ പറയും. യഥാർത്ഥത്തിൽ ഇത്തരം കാര്യങ്ങളുമായിട്ടൊന്നും പ്രകൃതി ദുരന്തങ്ങൾക്ക് യാതൊരു ബന്ധവുമില്ല. മറ്റൊരു ഭാഷ്യം വരുന്നത് അള്ളാഹുവിൻ്റെ ശിക്ഷയാണ് എന്നാണ്. ഇത് അള്ളാഹുവിൻ്റെ ശിക്ഷയാണ്. അവിടെ അങ്ങനെ ഉണ്ടായിരുന്നു, അവിടെ നമ്മുടെ സംഘടനകൾ ഉണ്ടായിരുന്നില്ല, അല്ലെങ്കിൽ ഇന്ന കാര്യങ്ങളൊന്നും അവിടെ നടന്നിരുന്നില്ല, അതുകൊണ്ട് അള്ളാഹുവിൻ്റെ ശിക്ഷ ഇറങ്ങിയതാണ് എന്ന മട്ടിൽ ശിക്ഷയുടെ വർത്തമാനമായിട്ട് വരും ചില ആളുകൾ. ഇത് ഏതെങ്കിലും ഒരു മതവിഭാഗം മാത്രമൊന്നുമല്ല. പൗരോഹിത്യം ഭരിക്കുന്ന എല്ലാ മതങ്ങളും ഇപ്രകാരം പറയും.
യഥാർത്ഥത്തിൽ ഇതെങ്ങനെയാണ് ശിക്ഷയാവുക? പാവപ്പെട്ട കുറേ മനുഷ്യന്മാർ ഉറങ്ങുമ്പോൾ ഒരു മലയാകെ പൊട്ടിയൊലിച്ചു വന്ന് അവർ താമസിക്കുന്ന വീടടക്കം ഒലിച്ചുപോയി, ഏതൊക്കെയോ ഭാഗങ്ങളിലൂടെ ഒഴുകിപ്പോയി, അവരുടെ മയ്യത്ത് പോലും ദിവസങ്ങൾക്ക് ശേഷം കിട്ടുന്ന ഒരു സംവിധാനം ആയിത്തീരുന്നത് എങ്ങനെയാണ് ശിക്ഷയാവുക? ഒരു കാര്യം ശിക്ഷയാകാൻ എന്തൊക്കെ വേണം? ഒന്ന്, ശിക്ഷിക്കപ്പെടുന്ന മനുഷ്യർ അറിഞ്ഞിരിക്കണം തങ്ങൾ ഇന്ന കുറ്റത്തിന് ശിക്ഷിക്കപ്പെടും എന്ന്. രണ്ട്, അതിനൊരു മുന്നറിയിപ്പുകാരനുണ്ടാകണം. ഇതാ, നിങ്ങൾ ഇന്ന തെറ്റിൽ നിന്ന് പിന്മാറണം, ഇന്ന കുറ്റത്തിൽ നിന്ന് പിന്മാറണം, ഇന്ന സാമൂഹ്യ ദ്രോഹങ്ങളിൽ നിന്ന് പിന്മാറണം. അങ്ങനെ പിന്മാറിയാൽ നിങ്ങൾ രക്ഷപ്പെടും, അല്ലെങ്കിൽ നിങ്ങൾ ശിക്ഷിക്കപ്പെടും എന്ന് ഒരു മുന്നറിയിപ്പുകാരൻ മുന്നറിയിപ്പ് നൽകണം. അങ്ങനെ മുന്നറിയിപ്പ് നൽകി പലതവണ അവസരം നൽകി പല പ്രവാചകന്മാർ, പല ഗുരുക്കന്മാർ വന്ന് നിരന്തരമായി ഉത്ബോധിപ്പിച്ചതിന് ശേഷം ആണ് ഈ ശിക്ഷ ഉണ്ടാകുന്നത്. ഖുർആനിൽ പറഞ്ഞ എല്ലാ ശിക്ഷകളും അങ്ങനെയാണ്. സോദോം സമൂഹത്തിൻ്റെ ചരിത്രം നോക്കിയാൽ, നൂഹ് നബിയുടെ ചരിത്രം നോക്കിയാൽ, നൂഹ് നബിയുടെ സമൂഹത്തിൻ്റെ ചരിത്രം നോക്കിയാൽ, ഹൂദ് നബിയുടേതാണെങ്കിലും സാലിഹ് നബിയുടേതാണെങ്കിലും ഷുഐബ് നബിയുടേതാണെങ്കിലും ഒക്കെ ആ സമൂഹങ്ങളുടെ ചരിത്രം നോക്കിയാൽ അവർ നിരന്തരമായി തെറ്റും തിന്മയും ചെയ്യുന്നവരാണ്, സാമൂഹ്യദ്രോഹപരമായ പ്രവൃത്തികളിൽ ഏർപ്പെട്ടവരാണ്. അവരോട് ഈ പ്രവാചകന്മാർ കാലാകാലങ്ങളിൽ പറഞ്ഞു, നിങ്ങൾ അതിൽ നിന്ന് പിന്മാറണം, അതിൽ നിന്ന് നിങ്ങൾ ഒഴിവാകണം, ഇത് വലിയ തിന്മയാണ് എന്നൊക്കെ പറഞ്ഞു. പക്ഷേ അവർ പിന്മാറിയില്ല. വീണ്ടും വീണ്ടും പ്രവാചകന്മാർ വന്ന് വീണ്ടും പറഞ്ഞു. അവസാനം യാതൊരു ഗതിയുമില്ലാതെ അവർ ലോകത്തിനും സമൂഹത്തിനും ഭാരവും നാശവുമായി തീരുന്ന ഒരു ഘട്ടത്തിൽ മാത്രമാണ് അവരിലേക്ക് ശിക്ഷ ഇറങ്ങുന്നത്, അവർ വാഷ് ഔട്ട് ചെയ്യപ്പെടുന്നത്. ഈ ചരിത്രമൊക്കെ നമ്മുടെ മുന്നിലുണ്ട്. ഇതൊന്നും അല്ലാതെ ഒരു നാട്ടിലൊരു അഗ്നിസ്ഫോടനം ഉണ്ടാകുമ്പോൾ, അല്ലെങ്കിൽ ഒരു ചെറിയ ഭൂകമ്പം ഉണ്ടാകുമ്പോൾ, അല്ലെങ്കിൽ ഉരുൾപൊട്ടലുണ്ടാകുമ്പോൾ, ഒരു നാട് നശിച്ചു പോകുമ്പോൾ ഇതൊക്കെ പടച്ചോന്റെ ശിക്ഷയാണെന്ന് പറഞ്ഞ് നിലവിളിച്ച് വരാൻ ഒരു തെളിവും വേദത്തിലില്ല എന്ന് മനസ്സിലാക്കണം. ഇതൊന്നും അള്ളാഹുവിൻ്റെ ശിക്ഷയല്ല. അള്ളാഹുവിൻ്റെ ശിക്ഷയാകാൻ ന്യായവുമില്ല. നിങ്ങൾ നോക്കൂ, ചരിത്രത്തിൽ ആരൊക്കെ ശിക്ഷിക്കപ്പെട്ടിട്ടുണ്ടോ അവരൊക്കെ ചെയ്തതെന്താണ്? ആരാധനകളും അനുഷ്ഠാനങ്ങളും ചെയ്യാത്തതിൻ്റെ പേരിൽ ഏതെങ്കിലും ഒരു സമൂഹം ശിക്ഷിക്കപ്പെട്ടതായിട്ട് ചരിത്രമുണ്ടോ? ആരാധനകളും അനുഷ്ഠാനങ്ങളും ചെയ്യാത്ത കാരണത്താൽ എവിടെയും കാണാൻ കഴിയില്ല. നിസ്കരിക്കാത്തതിൻ്റെ പേരിൽ ഒരു സമൂഹം ശിക്ഷിക്കപ്പെട്ടു, നോമ്പെടുക്കാത്തതിൻ്റെ പേരിൽ ഒരു സമൂഹം ശിക്ഷിക്കപ്പെട്ടു, കാണാൻ കഴിയില്ല. ഏതേതൊക്കെ കാലങ്ങളിൽ ഏതേതൊക്കെ സമൂഹങ്ങളെക്കുറിച്ച് ശിക്ഷയെക്കുറിച്ച് വർത്തമാനം പറഞ്ഞിട്ടുണ്ടോ അവരൊക്കെയും സാമൂഹ്യദ്രോഹപരമായ നിലപാടുകൾ സ്വീകരിച്ചവരാണ്. ഷുഐബ് നബിയുടെ സമൂഹം ശിക്ഷിക്കപ്പെട്ടത് എന്താണ്? അവർ അളവിലും തൂക്കത്തിലും കൃത്രിമം കാട്ടി. അവർ നിരന്തരമായി ഉപഭോക്താക്കളെ വഞ്ചിച്ചു, പറ്റിച്ചു, മായം കലർത്തിയ സാധനങ്ങൾ വിതരണം ചെയ്തു. ജനങ്ങളുടെ നിലനിൽപ്പിനെ തന്നെ ചോദ്യം ചെയ്യുന്ന വിധത്തിൽ സാമ്പത്തികമായ അരാജകത്വവും സാമ്പത്തികമായ അഴിമതിയും വ്യാപകമായി നിരന്തരമായി പ്രവാചകന്മാർ വന്നു. അതിൽ അവസാനത്തെ പ്രവാചകനാണ് ഷുഐബ് നബി. അങ്ങനെ തങ്ങൾ മാറാൻ സന്നദ്ധരല്ലെന്ന് മാത്രമല്ല, അതിൽ ഉറച്ചു നിൽക്കുകയും അതിനെ താത്വികമായിട്ട് അതിനെ ന്യായീകരിക്കുകയും ചെയ്തപ്പോഴാണ് ആ സമൂഹം അട്ടിമറിക്കപ്പെട്ടത്, ശിക്ഷിക്കപ്പെട്ടത്. അല്ലാതെ ലോകത്ത് ഒരു സമൂഹവും ആരാധന, അനുഷ്ഠാന, ആചാര, സമ്പ്രദായങ്ങളുടെ പേരിൽ ഇന്നോളം ശിക്ഷിക്കപ്പെട്ടിട്ടില്ല. ഒരു ചരിത്രത്തിലും അത് കാണില്ല. പക്ഷേ ഇതാ വരും, നാളെ മുതൽ പ്രഭാഷണങ്ങൾ വരാൻ പോവാണ്. ഇന്ന് വെള്ളിയാഴ്ചയല്ലേ, ഇന്ന് മുതൽ പ്രഭാഷണങ്ങൾ വരാൻ തുടങ്ങുകയാണ്. ഇത് അള്ളാഹുവിൻ്റെ ശിക്ഷയാണ്. ഇത് ഇന്നെന്ന കാരണങ്ങളാൽ ഉണ്ടായതാണ്. അവിടെ കഴിഞ്ഞ പ്രാവശ്യം തറാവീഹ് നിസ്കാരത്തിൽ ആൾ കുറവായിരുന്നു. ഇങ്ങനെയൊക്കെ വരും, ഇങ്ങനെയൊക്കെ ആൾക്കാർ ഇങ്ങനെയൊക്കെ വരാൻ പോവാണ്. ഈ രീതിയിലാണ് കാര്യങ്ങളെ കാണുക. മരിച്ച മനുഷ്യന്മാരെ അപഹസിക്കുകയും പരിഹസിക്കുകയും അപമാനിക്കുകയും അവരുടെ കുടുംബത്തിൻ്റെ വേദനയിൽ വീണ്ടും മുളക് പുരട്ടുകയും ചെയ്യുന്ന രീതിയിലുള്ള പ്രഭാഷണങ്ങൾ, അല്പം പോലും മര്യാദ കാണിക്കാത്ത മതബോധനങ്ങളാണ് യഥാർത്ഥത്തിൽ ഇതുമായി ബന്ധപ്പെട്ട്. എനിക്ക് ഓർമ്മയുണ്ട്, നിങ്ങൾക്കൊക്കെ ഓർമ്മ ഉണ്ടാകും, തുർക്കിയിൽ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് വലിയൊരു ഭൂകമ്പം ഉണ്ടായി. ആയിരക്കണക്കിന് ആളുകൾ മണ്ണിനടിയിലേക്ക് പോയി. ഇവിടെയുള്ള മെമ്പറുകളിൽ വെച്ചൊക്കെ, ഞാൻ പേര് പറയാൻ ആഗ്രഹിക്കുന്നു, ജമാഅത്തെ ഇസ്ലാമി ഉൾപ്പെടെയുള്ള
പള്ളികളിലെ മെമ്പറുകളിൽ വെച്ചൊക്കെ നടത്തിയ പ്രഭാഷണങ്ങൾ എന്തായിരുന്നു അറിയോ? അവിടെ ഡാൻസ് ബാർ ഉണ്ടായിരുന്നു, അവിടെ പിന്നെ ഒരു വലിയ ക്യാബറ ഡാൻസ് നടന്നിരുന്നു. അത് നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് ഭൂകമ്പമുണ്ടായത്. ഇത്തരത്തിൽ വിവരക്കേട് വിളിച്ചു പറയുന്നവർക്ക് മൗലവി എന്ന പേര് കിട്ടുമോ എന്ന് എനിക്ക് സംശയമുണ്ട്. അങ്ങനെയാണ് ആ അർത്ഥത്തിൽ ഈ രീതിയിൽ ഖത്തീബുമാരായിരിക്കുക, ഒരു നാടിനെ അപഹസിക്കുക. നിങ്ങൾ അറിയേണ്ടത്, ശിക്ഷിക്കപ്പെടുക എന്ന സമ്പ്രദായം ഈ ലോകത്തില്ല എന്നുള്ളതാണ്. പ്രവാചകന്മാർക്ക് ശേഷം പ്രവാചകന്മാരുടെ മുന്നറിയിപ്പിനെ തുടർന്ന് സാമൂഹ്യദ്രോഹപരമായ പ്രവൃത്തികളിൽ നിന്നൊരു സമൂഹം നിരന്തരം മുന്നറിയിപ്പ് നൽകപ്പെട്ടിട്ടും താക്കീത് നൽകപ്പെട്ടിട്ടും പിന്മാറുന്നില്ല എന്ന് കാണുമ്പോൾ മാത്രമാണ് ആ സമൂഹം ശിക്ഷിക്കപ്പെട്ടിട്ടുള്ളത്. അല്ലാതെ ഒരു മുന്നറിയിപ്പുകാരനില്ലാതെ ശിക്ഷ ഉണ്ടാവുകയില്ല. ഇതൊന്നും ശിക്ഷയല്ല. ഇതൊക്കെ പ്രകൃതിയുടെ ഭാഗമായിട്ട്, അതിൻ്റെ കാരണങ്ങൾ വേറെ ശാസ്ത്രം കണ്ടെത്തണം. എന്തുകൊണ്ട് പ്രകൃതി ദുരന്തമുണ്ടാകുന്നു, എന്തുകൊണ്ട് മേഘവിസ്ഫോടനം ഉണ്ടാകുന്നു, എന്തുകൊണ്ട് ഉരുൾപൊട്ടലുണ്ടാകുന്നു, എന്തുകൊണ്ട് ഭൂകമ്പം ഉണ്ടാകുന്നു, എന്തുകൊണ്ട് ചുഴലിക്കൊടുങ്കാറ്റുണ്ടാകുന്നു, എന്തുകൊണ്ട് ന്യൂനമർദ്ദം ഉണ്ടാകുന്നു, ഇതൊക്കെ ശാസ്ത്രം കണ്ടെത്തണം. ഇതൊക്കെ പള്ളിയുടെ മെമ്പറിൽ വെച്ച് കൈകാര്യം ചെയ്യപ്പെടേണ്ടതല്ല. ഒരു സമൂഹത്തെയും ഒരു ഗ്രാമത്തെയും ഒരു നാട്ടിനെയും അതിനിരകളായവരെയും ആക്ഷേപിക്കാനും അപമാനിക്കാനും വേണ്ടി ഉള്ളതല്ല ഈ മെമ്പറുകളും മെഹ്റാബുകളൊന്നും. എന്നിട്ട് അള്ളാഹുവിൻ്റെ ശിക്ഷയാണെന്ന് പറഞ്ഞ നിലവിളി, ഇതൊന്നും അള്ളാഹുവിൻ്റെ ശിക്ഷയല്ല. പിന്നെ പരീക്ഷണമാണോ? അങ്ങനെ ഉണ്ടാവല്ലോ. പരീക്ഷണമാണോ? പരീക്ഷണം എന്ന് പറയുമ്പോൾ നമുക്ക് അതിനെ രണ്ട് തരത്തിൽ മനസ്സിലാക്കപ്പെടണം. ഈ മനുഷ്യരെ മുഴുവനും പ്രയാസപ്പെടുത്തിയിട്ട് ഇങ്ങനെ ഒരു പരീക്ഷിച്ച് കളയാം എന്ന് വിചാരിക്കുന്ന ഒരു സാഡിസ്റ്റ് അല്ല അള്ളാഹു. കാരുണ്യവാനായ ദൈവം, ഈ പ്രപഞ്ചത്തിൻ്റെ സ്രഷ്ടാവ്, നിയന്താവ്, നാഥനായിരിക്കുന്ന സർവശക്തനും സർവജ്ഞനും സർവവ്യാപിയുമായിരിക്കുന്ന മഹാതമ്പുരാനുണ്ടല്ലോ, ആ തമ്പുരാൻ മനുഷ്യരെയൊക്കെ വിഷമത്തിലാക്കിയിട്ട് തള്ളിവിട്ടിട്ട് കുറേ മക്കളെ അനാഥരാക്കിയിട്ട് കുറേ കുടുംബങ്ങളെ നശിപ്പിച്ചിട്ട് ചിരിക്കുന്ന ഒരു രക്തരക്ഷസല്ല, ഒരു സാഡിസ്റ്റ് അല്ല അള്ളാഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് നിരന്തരമായി പറയാറുണ്ടല്ലോ. അതും പറയാറില്ല വഹാബികൾ. അത് ഓതരുതെന്നാണ് ഖുർആനിൽ. ഫാത്തിഹയ്ക്ക് ബിസ്മി ഓതരുത്. ബിസ്മി അടക്കം കട്ട് ചെയ്ത് കളഞ്ഞു. കാരുണ്യത്തെക്കുറിച്ച് പറയുന്ന ബിസ്മി അടക്കം കട്ട് ചെയ്ത് കളഞ്ഞു. അതൊക്കെ വേറെ വിഷയമാണ്, നമുക്ക് പിന്നെ പറയാം. ബിസ്മി ഓതരുതത്രേ, ബിസ്മി മോശമാണത്രേ. ഇഖ്റഅ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ് തുടങ്ങുന്ന സർവ്വകാര്യങ്ങളും ബിസ്മി കൊണ്ട് തുടങ്ങണമെന്ന്, കാരുണ്യവാനായ നാഥൻ്റെ നാമം കൊണ്ട് തുടങ്ങണമെന്ന് പടച്ചോൻ പറയുമ്പോൾ ഈ വഹാബി തമ്പുരാക്കന്മാർ പറയുന്നത് ബിസ്മി ഓതരുത് എന്നാണ്. കോഴിക്കോട് ഒരു പെരുന്നാൾ ഖുത്ബയ്ക്ക് ഞാൻ ഇമാമത്ത് വന്നു, കുറേ വർഷങ്ങൾക്ക് മുമ്പ്. പെരുന്നാൾ ഖുത്ബ നിർവഹിച്ച് പെരുന്നാൾ നിസ്കാരത്തിന് ഇമാമത്ത് വന്നു. നിസ്കാരം കഴിഞ്ഞപ്പോൾ വലിയൊരു താടി വെച്ചൊരു മനുഷ്യൻ വന്നിട്ട് പറഞ്ഞു, മൗലവി നിങ്ങൾ ഇങ്ങനെ ചെയ്യുമെന്ന് ഞാൻ വിചാരിച്ചില്ല. നടന്ന സംഭവമാണ് സ്നേഹാഞ്ജലി ഓഡിറ്റോറിയത്തിൽ. ഞാൻ ചോദിച്ചു, ഞാൻ എന്താ അപരാധമാണ് ചെയ്തതെന്ന് എനിക്ക് ഓർമ്മയില്ല, മനസ്സിലായിട്ടില്ല. ഞാൻ എന്ത് ചെയ്തു എന്നാ? അല്ല, നിങ്ങൾ ഫാത്തിഹയിൽ ബിസ്മി ഓതി കളഞ്ഞല്ലോ, ഞങ്ങളൊക്കെ നിങ്ങളെ പിറകിൽ നിൽക്കുന്നില്ല, നിങ്ങൾ ബിസ്മി ഓതുമെന്ന് ഞാൻ വിചാരിച്ചില്ല. ഇതാണ് ബിസ്മി ഓതിയതൊരു മഹാ അപരാധമായി തീരുന്നൊരു കാലം. റഹ്മാനും റഹീമുമായ അള്ളാഹുവിൻ്റെ പേരുച്ചരിക്കുന്നത് ഒരു വലിയ പ്രശ്നമായി തീരുന്നൊരു കാലം. എന്താ ബിസ്മിയിലൂടെ നമ്മൾ പറയുന്നത്? കാരുണ്യവാനായ നാഥൻ മൃഗങ്ങളെ അറുത്തിട്ട് അതിൽ കൂലി കിട്ടുമെന്ന് വിചാരിക്കുന്നവർക്ക് ഈ കാരുണ്യത്തെക്കുറിച്ച് മനസ്സിലാവില്ല കേട്ടോ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്നതിൻ്റെ അർത്ഥം മനസ്സിലാവില്ല. കാരുണ്യവാനായ നാഥനെക്കുറിച്ച് പറയുമ്പോൾ ഈ കാരുണ്യവാനായ നാഥൻ മനുഷ്യ മക്കളെയൊക്കെയും അനാഥരാക്കിയിട്ട് ഇങ്ങനെ ഒഴുക്കിവിട്ടിട്ട് ചിരിക്കുന്നവനല്ല, സന്തോഷിക്കുന്നവനല്ല. നമ്മൾ സന്തോഷിക്കുമ്പോഴാണ് പടച്ചവൻ സന്തോഷിക്കുന്നത്. ഒരു ഉമ്മാക്ക് എപ്പോഴാണ് സന്തോഷം ഉണ്ടാവുക? ഒരു മാതാവിന് മക്കൾ സന്തോഷിക്കുമ്പോൾ. എങ്കിൽ അങ്ങനെയുള്ള കോടിക്കണക്കിന് ഉമ്മമാരുടെ വാത്സല്യം ഒന്നിച്ചുള്ളവരാണ് അല്ലാഹു. നമ്മൾ സന്തോഷിക്കുമ്പോൾ ലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ, ഭയദുഃഖാദികളില്ലാതെ ഈ ലോകത്ത് സന്തോഷത്തോടെ ജീവിക്കുന്ന ഒരവസ്ഥ മനുഷ്യരുണ്ടാക്കണമെന്നാണ് പടച്ചവൻ ആഗ്രഹിക്കുന്നത്. അതിനുവേണ്ടിയാണ് ഈ സംവിധാനങ്ങളൊക്കെ ഉണ്ടാക്കിയത്, അല്ലാതെ നിസ്കാര കമ്മിറ്റി ഉണ്ടാക്കാനല്ല. കുറേ ആൾക്കാരെ പിടിച്ച് നിസ്കരിപ്പിക്കാനല്ല പ്രവാചകന്മാർ വന്നത്, അത് വേറെ കാര്യം. പിന്നെയോ മനുഷ്യൻ സന്തോഷത്തോടെ ജീവിക്കണം. ആത്മസുഖം സന്തോഷത്തോടെ ജീവിക്കണം. എല്ലാവരും ആനന്ദത്തോടെ ജീവിക്കണം. കാലുഷ്യമില്ലാത്ത, കലഹങ്ങളില്ലാത്ത, കലാപമില്ലാത്ത, ദുഃഖങ്ങളും ദുരിതങ്ങളുമില്ലാത്ത സന്തോഷത്തിൻ്റെ ഒരു ലോകം പണിയണം. ഇതാ പടച്ചവൻ്റെ ആഗ്രഹം. ഇതേ പടച്ചവൻ ആഗ്രഹമുള്ളൂ. അതിനുവേണ്ടിയാണ് ഈ ലക്ഷക്കണക്കിന് പ്രവാചകന്മാർ, ഗുരുക്കന്മാർ, ഋഷിമാർ, മുനിമാർ, മഹർഷിമാർ, ഷെയ്ഖുമാർ എല്ലാവരും വന്നത് എന്തിനാ? സന്തോഷത്തോടെ ജീവിക്കണം, ആനന്ദത്തോടെ ജീവിക്കണം.
നീ സത്യം, ജ്ഞാനം, ആനന്ദം. ആനന്ദമാണ് അല്ലാഹു, ആനന്ദം നൽകുന്നവനാണ് അല്ലാഹു. അല്ലാതെ ദുരിതത്തിലകപ്പെടുത്തിയിട്ട് പൊട്ടിച്ചിരിക്കുന്നവനല്ല. ആ ദൈവം മുല്ലമാരുടെ കിതാബിലുള്ള ദൈവമാണ്. സാക്ഷാൽ അല്ലാഹു സകലർക്കും സുഖം നൽകുന്നതിന് വേണ്ടി കാത്തിരിക്കുന്നവനാണ്. അതുകൊണ്ട് ആ അർത്ഥത്തിൽ ഇതൊരു പരീക്ഷണമല്ല. മറ്റൊരർത്ഥത്തിൽ ഇതൊരു പരീക്ഷണമാണ്. എന്താണത്? ഇങ്ങനെയുള്ള ദുരിതങ്ങളും ദുരന്തങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ സർവം കൈവിട്ട് നിലവിളിച്ച് ഇനിയൊരു ജീവിതം മുന്നോട്ടില്ലെന്ന് വിചാരിച്ച് സ്വയം നശിപ്പിക്കുന്നതിന് പകരം ഇതൊക്കെയും ഈ പ്രകൃതിയുടെ ഭാഗമാണ്, ഇതൊക്കെയും സംഭവിക്കാം എന്ന് മനസ്സിലാക്കിയിട്ട് ഇനിയുള്ള ജീവിതത്തെ പ്രതീക്ഷയോടെ കാണുന്നിടത്ത് പരീക്ഷണമാണ്. ഇപ്പോൾ രണ്ടർത്ഥത്തിൽ കാണണം. അള്ളാഹുവിൻ്റെ ഭാഗത്ത് നിന്ന് ഇതൊരു പരീക്ഷണമല്ല, ഇത് പ്രകൃതി വ്യവസ്ഥയുടെ ഭാഗമായിട്ട് സംഭവിക്കുന്നതാണ്. എന്നാൽ മനുഷ്യന് ഭാവിയെ നോക്കുന്നിടത്ത് ഇതൊരു പരീക്ഷണമായിട്ടൊരു വെല്ലുവിളിയായിട്ട് ഏറ്റെടുക്കണം. എന്നിട്ട് കൂടുതൽ കരുത്തോടെ മുന്നോട്ട് പോകണം. സകല മനുഷ്യരുടെയും ബാധ്യതയാണത്. അപ്പോൾ മനസ്സിലാക്കേണ്ടത് ഇത് ശിക്ഷയല്ല, ഇത് പരീക്ഷണമല്ല, ഇത് നിസ്കരിക്കാത്തത് കൊണ്ടുണ്ടായ കുഴപ്പമല്ല, ഇത് പള്ളിയിൽ പോകാത്തത് കൊണ്ടുണ്ടായ കുഴപ്പമല്ല, അങ്ങനെയുള്ള ഏതെങ്കിലും ഒരു മതാചാരം വിട്ടതിൻ്റെ കുഴപ്പമില്ല. ഇത് പ്രകൃതിയുടെ ഭാഗമാണ്. എന്തുകൊണ്ട് സംഭവിച്ചു എന്ന് ശാസ്ത്രം പറയട്ടെ. മെമ്പറുകൾ തീരുമാനിക്കണ്ട, മെഹ്റാബ് എന്ന് തീരുമാനിക്കണ്ട, ചർച്ചെന്നും അൾത്താരയെന്നും തീരുമാനിക്കണ്ട. അത് ശാസ്ത്രം തീരുമാനിക്കട്ടെ എന്തുകൊണ്ടാണ് സംഭവിക്കുന്നത്. എന്നിട്ടത് ഉണ്ടാകാതിരിക്കാനുള്ള വഴികളും ശാസ്ത്രം കണ്ടെത്തട്ടെ. അത് ശാസ്ത്രത്തിൻ്റെ പണിയാണ്. മനുഷ്യർക്ക് ആശ്വാസം നൽകലാണ് മതത്തിൻ്റെ പണി, അല്ലാതെ മുറിവിൽ വീണ്ടും മുളക് തേക്കലല്ല. മരിച്ച മനുഷ്യരെയും അവരുടെ കുടുംബങ്ങളെയും അപമാനിക്കലല്ല. നിസ്സഹായരായ മനുഷ്യരുടെ മുഖത്ത് നോക്കിയിട്ട് നിനക്കൊക്കെ അങ്ങനെ വേണമോടാ, നീ നിസ്കരിക്കാത്തതുകൊണ്ടല്ലേ എന്ന് പറയലല്ല മതത്തിൻ്റെ പണി. മതത്തിൻ്റെ പണി ആശ്വാസം നൽകലാണ്, സന്തോഷവും സമാധാനവും നൽകലാണ്, ശാന്തി നൽകലാണ്. അല്ലാഹുമ്മ അന്തസ്സലാം മിൻകസ്സലാം ഇലൈക യർജിഉസ്സലാം. അല്ലാഹുവേ നീ സമാധാനം, നീ ശാന്തി, അങ്ങനെയല്ലേ? നിന്നിൽ നിന്ന് ശാന്തി. ആ ശാന്തി മനുഷ്യർക്ക് നൽകലാം മതത്തിൻ്റെ പണി. അല്ലാതെ വീണ്ടും വീണ്ടും അവരുടെ മുഖത്ത് നോക്കി കൊഞ്ഞനം കുത്തുന്ന പണിയല്ല. ഇത് മെഹ്റാബിൽ നിന്നും മെമ്പറിൽ നിന്നും കേട്ടാൽ സഹിക്കാൻ കഴിയില്ല മനുഷ്യർക്ക്. അതുകൊണ്ട് ഇതൊക്കെ പ്രകൃതിയുടെ ഭാഗമായിട്ട് സംഭവിക്കുന്നത്. പണ്ടുണ്ടായിരുന്നു, മനുഷ്യരുണ്ടാകുന്നതിന് മുമ്പ് ഉരുൾപൊട്ടലുണ്ടായിരുന്നു. മനുഷ്യർ ഈ അർത്ഥത്തിലൊക്കെ നടക്കുന്നതിന് ബിഗ് ബാങ് തിയറി നമ്മളൊരു തിയറിയാണല്ലോ ഇന്ന്. മഹാവിസ്ഫോടന സിദ്ധാന്തം. ആ മഹാവിസ്ഫോടനം ഉണ്ടായത് ആര് നിസ്കരിക്കാഞ്ഞിട്ടാ? ഇന്ന് കാണുന്ന കോണ്ടിനെൻ്റലുകളൊക്കെ ഒന്നായിരുന്നൊരു കാലത്ത്. അതൊക്കെ ഇങ്ങനെ വിട്ടുവിട്ടു പോയി. അന്ന് മനുഷ്യരൊന്നും ഇല്ല ഈ ലോകത്ത്. അതാര് നിസ്കരിക്കാഞ്ഞിട്ടാ? ഏത് പള്ളി പോകാഞ്ഞിട്ടാ? അതുകൊണ്ട് ഇതൊന്നുമല്ല കാരണം. ഇത് ഈ പ്രകൃതിയിൽ ഇങ്ങനെയൊക്കെ സംഭവിക്കും. ഇതിങ്ങനെ അതിൻ്റെ വ്യവസ്ഥ ഉണ്ടാക്കിയവരെ മാത്രമേ ആ രഹസ്യങ്ങൾ അറിയാവൂ. ഇന്ന ഫീ ഖൽഖിസ് സമാവാതി വൽ അർളി വഖ്തിലാഫിൽ ലൈലി വൻ നഹാർ. ഈ പ്രകൃതിയിലുണ്ടാകുന്ന മാറ്റങ്ങളൊക്കെയും അതുണ്ടാക്കിയവൻ്റെ നിഗൂഢമായ വ്യവസ്ഥകളുടെ ഭാഗമാണ്. നമുക്കറിയില്ല, അനന്തപജ്ഞാതമവർണ്ണനീയം ഈ ലോകഗോളം തിരിയുന്ന മാർഗം അതിങ്കലെങ്ങാണ്ടൊരിടത്തിരുന്ന് നോക്കുന്ന മർത്യൻ കഥയെന്ത് കണ്ടു എന്ന് നാലപ്പാട്ട് നാരായണമേനോൻ ചോദിച്ചതുപോലെ ഇവിടെ ഇരിക്കുന്ന നമുക്കിതൊന്നും അറിയില്ല. ഇതിനെന്തൊക്കെയോ നിഗൂഢതകളുണ്ട്, രഹസ്യങ്ങളുണ്ട്, ഇതിൻ്റെ സംവിധാനങ്ങളുണ്ട്. ഇല്ലേ? ഡൈനോസറുകളുണ്ടായിരുന്നു ഈ ലോകത്ത്. അത് വാഷ് ഔട്ട് ചെയ്യപ്പെട്ടു പോയി, ഇല്ലാതായിപ്പോയി. നടക്കുമ്പം പ്രകമ്പനം കൊള്ളുന്ന വലിയ ഭീമാകാരമായ ജീവികൾ ഉണ്ടായിരുന്നില്ലേ? നമ്മുടെ കൺമുന്നിൽ എത്രയെത്ര ജീവികൾക്ക് വംശനാശം സംഭവിച്ചു, എത്രയെത്ര പുതിയ ജീവികൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. ഇതൊക്കെ ഈ വ്യവസ്ഥയുടെ ഭാഗമായിട്ട് സംഭവിക്കുന്നതാണ്. അല്ലാത്ത ഇതൊക്കെയും ശിക്ഷയാണ്, അദാബാണ് എന്നൊന്നും പറഞ്ഞ് നിലവിളിക്കണ്ട. അതൊന്നും ഓർത്താരും സങ്കടപ്പെടുകയും വേണ്ട. ഇതൊക്കെ ഈ പ്രകൃതിയിൽ അങ്ങനെ സംഭവിക്കും. ഇരകളാക്കപ്പെട്ട, എല്ലാം നഷ്ടപ്പെട്ട മനുഷ്യരുടെ കൂടെ നിൽക്കുക, അവരെ സഹായിക്കുക, അവരെ ചേർത്ത് നിർത്തുക, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, അവരെ പോയി സമാശ്വസിപ്പിക്കുക. ഇതാണ് നമുക്ക് ചെയ്യാൻ കഴിയുന്ന കാര്യം. അതാണ് മതത്തിൻ്റെ ഭാഗം. അതാണ് മതത്തിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ചെയ്യേണ്ടത്. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. അഖൂലു ഖൗലി ഹാദാ വഅസ്തഗ്ഫിറുല്ലാഹൽ അലീം ലി വലക്കും വഅസ്തഗ്ഫിറുഹു അന്നി വഅൻകും വഅൻ ജമീഇൽ മുസ്ലിമീന വൽ മുഅ്മിനീന അജ്മഈന ഫസ്തഗ്ഫിറുഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അൽഹംദുലില്ലാഹില്ലദീ ഹദാനാ ലിഹാദാ വമാ കുന്നാ ലിനഹ്തദിയ ലൗലാ അൻ ഹദാനല്ലാഹ്. അസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിനാ മുഹമ്മദിൻ സയ്യിദുൽ കൗനൈനി മഹ്ബൂബി റബ്ബിൽ മശ്രിഖൈനി വൽ മഗ്രിബൈൻ ഖാതമിൽ അംബിയാഇ സയ്യിദുൽ മുർസലീൻ മുറാദിൽ മുഷ്താഖീൻ
മഹബൂബിൽ ആശിഖീൻ ജദ്ദിൽ ഹസനി വൽ ഹുസൈൻ സാഹിബിൽ ഹറമൈനി വബിനി ദബീഹൈൻ സയ്യിദിന മുഹമ്മദ് ബിൻ അബ്ദുല്ലാഹി ബിൻ അബ്ദുൽ മുത്തലിബ് സല്ലല്ലാഹു അലൈഹി വഅലാ ആലിഹി വസഹ്ബിഹി الذين جاهدوا بأموالهم في سبيل الله وباعوا نفوسهم لدين الهدى رضي الله عنهم ورضوا عنه ذلك لمن خشي ربه إن الله وملائكته يصلون على النبي يا أيها الذين آمنوا صلوا عليه وسلموا تسليما. സഹോദരന്മാരെ സഹോദരികളെ, തഖ്വയുള്ളവരായിരിക്കണമെന്നൊന്നുകൂടി ഉണർത്തുകയാണ്. ആത്മവിമർശനപരമായി ഈ ദുരന്തത്തിൻ്റെ പശ്ചാത്തലത്തിൽ ഒരു കാര്യം സമൂഹത്തെ ഉണർത്താൻ ഞാൻ ഈ ഖുത്ബ ഉപയോഗപ്പെടുത്തുകയാണ്. ഒരുപാട് നല്ല മനുഷ്യന്മാർ ഈ ദുരന്തമുഖത്ത് അവരുടെ ജീവൻ പോലും പണയപ്പെടുത്തിക്കൊണ്ട് ആശ്വാസ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടത് നമ്മൾ കണ്ടു. മനുഷ്യരുടെ ഉള്ളിൽ ഇപ്പോഴും തെളിഞ്ഞ് മുനിഞ്ഞു കത്തുന്ന മനുഷ്യത്വത്തിൻ്റെ ആ വറ്റാത്ത എണ്ണയിൽ വലിയ സന്തോഷമുണ്ടായത്. പക്ഷേ ഒരു കല്ലുകടി അവിടെ ഒക്കെ കണ്ടു. അവനവൻ ഏതൊക്കെയോ സംഘടനകളെ പ്രതിനിധീകരിക്കുന്നുണ്ട് ഓരോരുത്തരും. ആ സംഘടനകളുടെ കുപ്പായം ഇട്ടിട്ട് ഈ ദുരിത മേഖലയിൽ വന്നിട്ട് ഈ തോണ്ടുകയും കിളക്കുകയൊക്കെ ചെയ്യുമ്പോൾ അതിൻ്റെ പിന്നിലുള്ള വികാരത്തെക്കുറിച്ച് ഓർത്ത് ലജ്ജ തോന്നുന്നു. നിങ്ങൾക്കൊരു സംഘടന ഉണ്ടാകാം, നിങ്ങൾക്കൊരു പ്രത്യയശാസ്ത്രം ഉണ്ടാകാം, നിങ്ങൾക്കൊരു പ്രവർത്തന രീതിയും കേന്ദ്രവും ഉണ്ടാകാം, സ്വാഭാവികം, ശരി. പക്ഷെ എന്തിനാണ് ഈ ദുരന്തമുഖത്ത് ഇത്തരത്തിലുള്ള വിലാസങ്ങൾ വെച്ച് പുലർത്തുന്നത്? ഞാൻ ഇന്ന സംഘടനയുടെ ആളാണ്, ആ കുപ്പായം മാറ്റി വെച്ചൂടെ? മനുഷ്യനായിട്ട്, പച്ച മനുഷ്യനായിട്ട് ആ ദുരന്തഭൂമിയിൽ നിൽക്കുന്നതല്ലേ ഏറ്റവും മഹത്തരമായിട്ടുള്ളത്? ഈ കുപ്പായങ്ങളുടെ വർണ്ണങ്ങൾ, അതിലെഴുതി പിടിപ്പിച്ചിരിക്കുന്ന അക്ഷരങ്ങൾ, ഇത് വായിച്ചിട്ട്, ഇത് കണ്ടിട്ട് എന്ത് സുഖമാണ്, എന്ത് ആനന്ദമാണ് നിങ്ങൾക്കതിൽ നിന്ന് ലഭിക്കുന്നത്? ഒരു മനുഷ്യനായിട്ട് പോവുകയല്ലേ വേണ്ടത്? സകല കുപ്പായങ്ങളും സകല നിറങ്ങളും മാറ്റിവെച്ചിട്ട് മനുഷ്യനായിട്ട് നിൽക്കാൻ കഴിയണ്ടേ? ഞാൻ ഇന്ന് സംഘടനയെ പ്രതിനിധീകരിക്കുന്നവരാണ്, സംഘടനയുടെ ഒരു പ്രചാരണം കൂടി അതിലൂടെ സാധിക്കുക. നാണക്കേടല്ലേ അത്? യഥാർത്ഥത്തിൽ മനുഷ്യനാവുക എന്നുള്ളത് ദുഷ്കരമാണ്. നിങ്ങൾക്കൊരു മതക്കാരനാകാം, ഒരു സംഘടനക്കാരനാകാം, ഒരു ഗ്രൂപ്പുകാരനാകാം, അതിലൊക്കെ ഉപരി ഒരു മനുഷ്യനായി തീരുക. നിറമില്ലാത്ത, വർണ്ണമില്ലാത്ത, ഏതെങ്കിലും ഒന്നിനോട് ചേർന്ന് നിൽക്കാത്ത ഒരു മനുഷ്യനായി തീരുക. അതല്ലേ മുഹമ്മദ് നബി? മുഹമ്മദ് നബിയുടെ പേരതല്ലേ? നിറമില്ലാത്ത ഒരു മനുഷ്യൻ്റെ പേരല്ലേ യേശു എന്നത്, ഈസാ നബി എന്നത്, ബുദ്ധൻ എന്നത്? സകല മനുഷ്യരിലേക്കും വന്നു ചേരുന്ന ഒരു മഹാജ്ഞാനത്തിൻ്റെ പേരല്ലേ? കാരുണ്യത്തിൻ്റെ പേരല്ലേ? എന്തെന്തൊക്കെ ചരിത്രങ്ങൾ, എന്തെന്തൊക്കെ കഥകൾ നമ്മൾ പഠിച്ചിട്ടുണ്ട്. കുപ്പായ ഇടാനാണോ പഠിച്ചത്? കുപ്പായ ഊരാനല്ലേ പഠിച്ചത്? നിറങ്ങളില്ലാത്ത മനുഷ്യനെന്ന വിലാസത്തിൽ അറിയപ്പെടലാണ് ഏറ്റവും വലിയ മഹത്തരമായിട്ടുള്ള സംഗതി. അതാണ് മഹത്തരം. അതുകൊണ്ട് ദുരിതാശ്വാസ പ്രവർത്തനങ്ങളിലൊക്കെ ഏർപ്പെട്ട എല്ലാ മനുഷ്യരെയും സർവാത്മന പ്രാർത്ഥനാപൂർവം അഭിനന്ദിക്കുന്നതോടൊപ്പം നിങ്ങളുടെ കുപ്പായം, നിങ്ങൾ ധരിച്ച കുപ്പായം അതിൻ്റെ നിറം കെടുത്തി കളഞ്ഞിട്ടുണ്ട് എന്ന് പറയാതിരിക്കാൻ നിർവാഹമില്ല. മനുഷ്യനായി തീരാൻ അള്ളാഹു നമ്മെ എല്ലാവരെയും തുണക്കുമാറാകട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി വഖാദിൽ ഹാജാത്ത് طيب ثراهم وجعل الجنة مأواهم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم وآخر الدعاء الحمد لله.